ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിയ ബേബിക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് ഞാൻ കൊടുക്കുന്ന ഫുഡാണ് റൈസ് വെജീസ് ബൗൾ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. സ്ലൈസ് ആയിട്ട് അരിഞ്ഞാലാണ് അത് വേവാൻ നമുക്ക് എളുപ്പത്തിൽ പറ്റുള്ളൂ. നന്നായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുക്കറിലേക്ക് 2 സ്പൂൺ പരിപ്പ്, ഞാൻ ഓറഞ്ച് പരിപ്പാണ് ആഡ് ചെയ്യുന്നത്. 2 സ്പൂൺ പരിപ്പും ആ മാറ്റി വെച്ച ക്യാരറ്റും അതിൻ്റെ കൂടെ ഇത്തിരി ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ ഗീ കൂടി ആഡ് ചെയ്യാം. കാരണം ഗീ കുട്ടികൾക്ക് കഴിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ 1 സ്പൂൺ ഗീ കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നോർമലി നിയ ബേബിക്ക് ഞാൻ വേറെ റൈസൊന്നും കൊടുക്കാറില്ല. നമ്മൾ കഴിക്കുന്ന ചോറ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ചോറ് വേവിച്ച് വെച്ചത് 1 സ്പൂൺ ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ നന്നായിട്ട് ഒരു 3-4 വിസിൽ വരണ വരെയെങ്കിലും ഞാൻ അടുപ്പത്ത് വയ്ക്കും. കാരണം ഈ പരിപ്പും ക്യാരറ്റും ബീൻസ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാനിത് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറും ഒന്ന് ഉടഞ്ഞ് കിട്ടും. കാര്യം ഓൾറെഡി വെന്ത ചോറാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊന്നും കൂടി കുക്കറിലിടുമ്പോഴത്തേക്കും ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നും. ഇതിനിടയ്ക്ക് ഞാനൊരു സാധനം ഇടാൻ മറന്നുപോയി ഗൈസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീൻസാണ്. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് കുക്കർ തുറന്നിട്ടാണ് രണ്ടാമത് ഇട്ടത്. അപ്പം ഞാനത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങളെന്തായാലും മറക്കരുത് കേട്ടോ, എല്ലാ വെജീസും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനെന്തായാലും കുക്കർ തുറന്ന് നോക്കുവാണ് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പം ഞാനിനി കുഞ്ഞാവയ്ക്ക് സെർവ് ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കും ഫുഡ് കൊടുക്കുമ്പോൾ കുഞ്ഞാവയ്ക്ക്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുഞ്ഞിന് കഴിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, ക്യാരറ്റൊക്കെ ആയതുകൊണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഷെയറും എല്ലാം നിങ്ങൾ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം ഞാനല്ല കേട്ടോ നീയുന് ഫുഡ് കൊടുക്കുന്നത്, നീയുൻ്റെ അച്ഛമ്മയാണ്. ഞാൻ കൊടുക്കുമ്പോൾ നീ ഇച്ചിരി മടി കാണിക്കുന്ന കൂട്ടത്തിലാണ്. എന്തായാലും നമുക്ക് കാണാം. ബൈ.